തെർമോഡൈനാമിക്സ്. ഇവിടെ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ എച്ച്, ഡെൽറ്റ യു ആൻഡ് ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് മീൻസ് ചേഞ്ച് ഇൻ എൻതാൽപ്പി ഓർ എൻതാൽപ്പി ചേഞ്ച്. ഡെൽറ്റ യു മീൻസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓർ ഇൻറ്റേർണൽ എനർജി ചേഞ്ച്. ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം. ഇത് ഞാനിവിടെ എടുക്കുന്ന ഒരു റിയാക്ഷൻ എടുക്കുന്നത് ഒരു ഗ്യാഷ്യസ് റിയാക്ഷനാണ്. gaseous reaction. This gaseous reaction takes place at constant temperature and pressure. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എടുക്കുമ്പോൾ ഒരു ഗ്യാഷ്യസ് റിയാക്ഷനാണ് ടേക്കിംഗ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതിൻ്റെ അവിടെ ഞാൻ പറയുന്നത് H1 അതേപോലെ U1 അതേപോലെ V1 അത് ഇനീഷ്യൽ എൻതാൽപ്പിയാണ്. സ്റ്റാർട്ടിങ്ങിലുള്ള എൻതാൽപ്പിയാണ് H1 എന്നുള്ളത്. U1 സ്റ്റാർട്ടിങ്ങിലുള്ള ഇൻറ്റേർണൽ എനർജി, V1 എന്നുള്ളത് അതിൻ്റെ വോളിയം. ഇനി അത് മെല്ലെ ചേഞ്ച് ചെയ്യുമ്പോൾ അത് പ്രൊഡക്റ്റായിട്ട് മാറുമ്പോൾ, റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറുമ്പോൾ അതിൻ്റെ എൻതാൽപ്പിയുടെയും ഇൻറ്റേർണൽ എനർജിയുടെയും വോളിയത്തിനും ചേഞ്ച് H2, U2, V2 ആണ്. അങ്ങനെ ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു സെക്ഷനാണ് H = U + PV എന്ന് പറഞ്ഞത്. വാട്ട് ഈസ് എൻതാൽപ്പി എന്നുള്ളത്, വാട്ട് ഈസ് എൻതാൽപ്പി? എൻതാൽപ്പി ഈസ് ദി സം ഓഫ് ഇൻറ്റേർണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം വർക്ക്. എങ്കിൽ അങ്ങനെയാണെങ്കിൽ H = U + PV ആണ്. നിങ്ങൾ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിങ്ങൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ H1 = U1 + PV1 വരും. ശരിയല്ലേ? നെക്സ്റ്റ് അതിൻ്റെ ചേഞ്ച് ചെയ്ത സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ H2 = U2 + PV2 എന്ന് വരും. അപ്പോൾ നമ്മൾക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. H1 = U1 + PV1, ദെൻ H2 = U2 + PV2. ശരിക്കും ശ്രദ്ധിച്ചാൽ മതി, ഇതിൽ തന്നെ നോക്കുക. എങ്കിൽ അങ്ങനെ 2 - 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ചേഞ്ച്, അതായത് H2 - H1 = U2 - U1 + PV2 - PV1 അല്ലേ? എങ്കിൽ അങ്ങനെയാണെങ്കിൽ H2 - H1 = U2 - U1 + P × V2 - V1 കിട്ടും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇക്വേഷൻ എന്ത് വരും? ഡെൽറ്റ H = ഡെൽറ്റ U + P ഡെൽറ്റ V എന്നുള്ള ഇക്വേഷൻ വരും. ഡെൽറ്റ H = ഡെൽറ്റ U + P ഡെൽറ്റ V. അതായത് ചേഞ്ച് ഇൻ എൻതാൽപ്പി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി പ്ലസ് പി ഡെൽറ്റ വി. ശരിക്കും പി ഡെൽറ്റ വി എന്നുള്ളത് പ്രഷർ വോളിയം എന്നുള്ളത് അത് വർക്കാണ്. പി × വി ഇസ് കൺസിഡർഡ് ആസ് എ വർക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ റിലേഷൻ പറയുന്നത്. അപ്പം ശരിക്കും വളരെ എളുപ്പമാണ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു പോയിൻ്റാണ് H = വാട്ട് ഈസ് എൻതാൽപ്പി? എൻതാൽപ്പി ഈസ് ദി സം ഓഫ് ഇൻറ്റേർണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം വർക്ക്. സോ H = U + PV എന്ന് വരും. ഇത് നിങ്ങളിതിൽ രണ്ട് ഇക്വേഷൻ എടുക്കുക. ഒന്ന് H1 = U1 + PV1, ദെൻ H2 = U2 + PV2. ഇത് രണ്ടും നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 - 1. സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇക്വേഷൻ എന്ത് കിട്ടും? ഡെൽറ്റ H = ഡെൽറ്റ U + P ഡെൽറ്റ വി എന്ന ഇക്വേഷൻ കിട്ടും. നിങ്ങൾ ഓർത്ത് നോക്കണം, ഈ റിയാക്ഷൻ നടക്കുന്നത് ഇതൊരു ഗ്യാഷ്യസ് റിയാക്ഷനായിട്ട് കൺസിഡർ ചെയ്യുക. റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കുക, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുമ്പോൾ വിച്ച് ലോ ഈസ് അപ്ലിക്കബിൾ? ഇതാണ് എനിക്ക് അടുത്ത നെക്സ്റ്റ് സെക്ഷനായിട്ട് പറയേണ്ടത്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഫോർ എ ഗ്യാഷ്യസ് റിയാക്ഷൻ. ഒരു ഗ്യാഷ്യസ് റിയാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്യാസിൻ്റെ കേസിൽ, അതായത് വിച്ച് ലോ ഈസ് അപ്ലിക്കബിൾ ഫോർ എ ഗ്യാഷ്യസ് റിയാക്ഷൻ വെൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർസ് ആർ കോൺസ്റ്റൻറ്റ്. നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും അവഗാഡ്രോസ് ലോ. ഇപ്പോൾ നമ്മൾ അടുത്ത ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനോട് കണക്ഷനുള്ള സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു റിലേഷൻ കിട്ടി. എന്താ കിട്ടിയത്? റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ H, ഡെൽറ്റ U ആൻഡ് ഡെൽറ്റ V. വാട്ട് ഈസ് റിലേഷൻ? ഡെൽറ്റ H = ഡെൽറ്റ U + P ഡെൽറ്റ V എന്നുള്ള റിലേഷൻ. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ H, ഡെൽറ്റ U ആൻഡ് ഡെൽറ്റ N. ഓക്കെ, ഡെൽറ്റ H മീൻസ് ചേഞ്ച് ഇൻ എൻതാൽപ്പി, ഡെൽറ്റ U ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, ഡെൽറ്റ N ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്. നിങ്ങളിവിടെ ഞാൻ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്ന ആ സെക്ഷൻ തന്നെയാണ്. കൺസിഡർ ദി ഗ്യാഷ്യസ് റിയാക്ഷൻ. ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തു. A gives B. A റിയാക്റ്റൻ്റ് ആണ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ്, ദെൻ B is a product which is also in gaseous state. Okay, then this gaseous reaction taking place at constant pressure and temperature. ഇപ്പോൾ നമ്മൾക്കറിയാം for a gaseous reaction takes place at constant temperature and pressure, then which law is applicable? Avogadro's law. Clear? Then what is Avogadro's law? According to Avogadro's law, at constant temperature and pressure,
വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിവിടെ അപ്ലൈ ചെയ്യുക. ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് Na ആൻഡ് Nb ആർ ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻ്റ് A ആൻഡ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് B ഹാവിങ് ദർ വോളിയം VA ആൻഡ് VB. ഓക്കെ, അപ്പം എ എന്ന റിയാക്റ്റൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്താണ്? Na. ബി എന്ന റിയാക്റ്റൻ്റെ നമ്പർ ഓഫ് മോൾസ് Nb. എ എന്ന റിയാക്റ്റൻ്റെ വോളിയം VA, ദെൻ വോളിയം ഓഫ് VB represented by വോളിയം ഓഫ് B represented by VB. ഓക്കെ, ദറ്റ് ഈസ് ബി എന്ന പ്രൊഡക്റ്റിൻ്റെ വോളിയം VB. ഓക്കെ, ഇനി നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന സംഭവമാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ദെൻ വാട്ട് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ദെൻ ഹൗ ക്യാൻ യു ഡിറൈവ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് നിങ്ങൾ പഠിച്ചതാണ്. എങ്ങനെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്? ഹൗ ക്യാൻ യു ഡിറൈവ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ യൂസിങ് 3 ഗ്യാസ് ലോസ്: ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. നിങ്ങൾ കമ്പൈനിങ് ദീസ് 3 ഗ്യാസ് ലോസ് വി ഗെറ്റ് PV is equal to, or to get PV is equal to nRT. This equation is called ideal gas equation. അപ്പോൾ ഇത് PV is equal to nRT എന്ന ഇക്വേഷൻ നമ്മൾ പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ എ എന്ന റിയാക്റ്റൻറ്റിൽ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കിട്ടുന്ന ഇക്വേഷൻ PVA is equal to nART. ഓക്കെ, PVA is equal to nART because here both pressure and temperatures are constant, so the two variables are VA and Na, that is volume and number of moles. R നിങ്ങൾക്കറിയാം കോൺസ്റ്റൻറ്റ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ? എങ്കിൽ നിങ്ങൾ വീണ്ടും നമ്മുടെ പ്രൊഡക്റ്റ് ബിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ PVB is equal to nBRT. ക്ലിയർ? ഓക്കെ, PVB is equal to nBRT. അപ്പോൾ നിങ്ങൾക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇനി സബ്ട്രാക്റ്റിംഗ് 1 ഫ്രം ഏത് 2ൽ നിന്ന് 1 ഒന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 2 - 1 ചെയ്യുമ്പോൾ നോക്കിക്കോ, ഇവിടെ PVB minus PVA is equal to nBRT minus nART. ഓക്കെ, ദെൻ P ഇൻറ്റു VB മൈനസ് VA ഇസ് ഈക്വൽ ടു, അതായത് P അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്തപ്പോൾ NB മൈനസ് NA ഇൻറ്റു RT കിട്ടി. ലാസ്റ്റ് P ഡെൽറ്റ V ഇസ് ഈക്വൽ ടു ഡെൽറ്റ NRT എന്നൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഓക്കെ, നിങ്ങൾ തൊട്ട് മുന്നേ എന്താ ഡെറൈവ് ചെയ്ത ഒരു ഇക്വേഷൻ നിങ്ങൾ ഡെറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിലേഷൻ ഡെറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V. ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V എന്നുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ തൊട്ട് മുന്നേ ഡെറൈവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്തപ്പോൾ ലാസ്റ്റ് എന്താ കിട്ടിയത്? P ഡെൽറ്റ V ഈസ് ഈക്വൽ ടു ഡെൽറ്റ NRT. P ഡെൽറ്റ V എന്നുള്ളത് ഡെൽറ്റ NRT ആണെന്ന് കിട്ടി. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് P ഡെൽറ്റ V നിങ്ങൾ അവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഡെൽറ്റ NRT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താ കിട്ടും? ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ NRT എന്നുള്ള ഇക്വേഷൻ കിട്ടും. ക്ലിയർ? ഇത് അപ്പോൾ ഇതാണ് ഏത് റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ H, ഡെൽറ്റ U ആൻഡ് ഡെൽറ്റ N. അപ്പം ലാസ്റ്റ് ഇക്വേഷൻ എന്താ കിട്ടിയ? ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ NRT. അതിൽ വേർ ഡെൽറ്റ H, വാട്ട് ഈസ് ഡെൽറ്റ H? ചേഞ്ച് ഇൻ എൻതാൽപ്പി. വാട്ട് ഈസ് ഡെൽറ്റ U? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. വാട്ട് ഈസ് ഡെൽറ്റ N? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്. അത് നിങ്ങളൊന്ന് ക്ലിയർ ആണ്. ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻറ്റ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻറ്റ്. അത് അങ്ങനെ ഓർത്ത് നോക്കണം. സോളിഡ് സ്റ്റേറ്റിലോ ലിക്വിഡ് സ്റ്റേറ്റിലോ ഉള്ള റിയാക്റ്റൻറ്റിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെയോ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് നോക്കില്ല, പകരം ഗ്യാസ് മാത്രം. ഇപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻറ്റ്. ഓക്കെ, ഇനി R എന്നുള്ളത് നിങ്ങൾക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഇവിടെ നമ്മൾ Rൻ്റെ വാല്യൂ കൊടുക്കുന്നത് എപ്പോഴും 8.314 ജൂൾ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1 ആണ്. നമ്മൾ കുറേ വാല്യൂസ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ 8.314 ജൂൾ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. നിങ്ങൾക്കറിയാം T ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അറിയേണ്ടത് ഫസ്റ്റ് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിരിക്കുന്ന റിലേഷൻ ഡെൽറ്റ, ഏത് റിലേഷൻ? വിച്ച് വൺ? ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V എന്ന റിലേഷൻ. പിന്നെ നമ്മൾക്ക് അറിയേണ്ടത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് PV ഈസ് ഈക്വൽ ടു NRT. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നതാണ്. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ H, ഡെൽറ്റ U ആൻഡ് ഡെൽറ്റ N? എന്താ റിലേഷൻ പറഞ്ഞു? ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ NRT.
അവിടെ ശരിക്കും ഓർത്ത് നോക്കേണ്ടത് ഡെൽറ്റ എൻ ആണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻറ്റ്. നെക്സ്റ്റ് പഠിപ്പിക്കുന്ന അതേ റിലേഷനിൽ വീണ്ടും വരികയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ എച്ച്. ഡെൽറ്റ എച്ചിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ എൻതാൽപ്പി ചേഞ്ചിൻ്റെ. ഇപ്പം നിങ്ങൾ തൊട്ട് മുന്നേ പഠിച്ചത് എന്താണ് ഒരു റിലേഷൻ. ഫസ്റ്റ് നമ്മൾ പഠിച്ച റിലേഷനാണ് റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ഡെൽറ്റ യു ആൻഡ് ഡെൽറ്റ വി. ദറ്റ് ഈസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ദറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. യെസ്, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ദെൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു സംഭവമാണ് വാട്ട് ഈസ് വൺ ബൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഓർ ഡിഫൈൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഓർ വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്ത് according to first law of thermodynamics energy can neither be created nor be destroyed but it can be transferred from one form to another. ഇനി അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പഠിച്ചിനി ഡെൽറ്റ യൂസ് കൂടെ ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലെങ്കിൽ ക്യൂ മൈനസ് ഡബ്ല്യു. ഞാനിവിടെ ഡബ്ല്യു എന്നുള്ളത് വർക്കാണ്. ആ വർക്കിനെ ഞാനിവിടെ പി വി വർക്കായിട്ട് കാണുന്നു, പ്രഷർ വോളിയം വർക്ക് പി ഡെൽറ്റ വി. ഇപ്പം നമ്മൾക്ക് എന്ത് ചെയ്താൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി എന്ന് എഴുതി. ക്യൂ മൈനസ് പി ഡെൽറ്റ വി. നിങ്ങൾ ആ റൈറ്റ് സൈഡ് നോക്കിയാൽ മനസ്സിലാവും വർക്കിന് പി ഡെൽറ്റ വി എഴുതി. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി ആണെങ്കിൽ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഓക്കെ, ഇനി നിങ്ങൾ നോക്ക് ഫസ്റ്റ് ഒരു ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ദാറ്റ് ഈസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ദെൻ ക്യൂ ഈസ് ഇക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്യൂ ദാറ്റ് ഇസ് ക്യൂ പി. ക്യൂ പി എന്ന് എഴുതാം ബിക്കോസ് ആ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. അപ്പോൾ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്യൂ പി. അതിൻ്റെ മീനിങ് എൻതാൽപ്പി ചേഞ്ച് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ദി എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് or absorbed, amount of heat evolved or absorbed at constant pressure. That is enthalpy change in a chemical reaction is equal to the amount of heat liberated or evolved or absorbed at constant pressure. This is the significance of ഏത് നമ്മളുടെ ഡെൽറ്റ എച്ച് എൻതാൽപ്പി ചേഞ്ച്. ഇതാണ് എൻതാൽപ്പി ചേഞ്ചിൻ്റെ സിഗ്നിഫിക്കൻസ് പറയുന്നത്. ഒന്നുമില്ല ഇവിടെ ചെയ്യുന്നത് ഹൗ ക്യാൻ യു പ്രൂവ് ദാറ്റ് ദി എൻതാൽപ്പി ചേഞ്ച് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അതിൻ്റെ ആൻസറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ?